ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഇപ്പോൾ വരയ്ക്കണത് ഒരു റീസൺ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ആദ്യം ഞാൻ ഒരു മെസ്സിയുടെ ഒരു പടം ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം കുറച്ച് ആൾക്കാർ കണ്ടായിരുന്നു, അത്യാവശ്യം കുറച്ച് പേര് കണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് കണ്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ കുറച്ച് ആൾക്കാർ കണ്ടപ്പോൾ നമുക്കൊരു ഒരു ചെറിയൊരു ഇത് അന്ന് പിന്നെ അതിനേക്കാൾ കുറച്ചും കൂടി ബെറ്ററായിട്ടൊന്ന് വരയ്ക്കാൻ പറ്റിയത് അത് പിന്നെ ഞാൻ ഒരു ചെറിയതായിട്ട് എന്താ പറയുക ഡാർക്ക് ചെയ്ത് കൊണ്ട് ചെയ്താണ്. നമ്മൾ ചെറിയ ഷെയ്ഡിങ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഞാനിപ്പോൾ ചെറുതായിട്ട് മെസ്സിയുടെ നമ്മുടെ ദ വേൾഡ് ഹീറോ പുള്ളിയുടെ ഒരു എന്താ പറയുക ഒരു ചെറിയൊരു ട്രേസിങ് കുറച്ചും കൂടി കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കുറച്ചും കൂടി ബെറ്ററായിട്ട് ട്രൈ ചെയ്യണമെന്ന് പറയാം അല്ലേ, നമ്മൾ അങ്ങനെയല്ലേ പറയല്ലേ, ട്രൈ ചെയ്യുന്നു അങ്ങനെയാണ് പറയേണ്ടത് എനിക്ക് തോന്നുന്നു. കാരണം എന്താ പറയുക, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കുറച്ചും കൂടി മെച്ചപ്പെട്ടില്ല അങ്ങനെ. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഇത് ചെറുതായിട്ട് ഷെയ്ഡിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് ചെറുതായിട്ടൊന്ന് എന്താണ് പറയുക ഒന്ന് കണ്ണടച്ചിടന്നേക്ക്. ഇല്ലെങ്കിൽ അത് അതിൻ്റെ പുറകെ പോകണ്ട, നമുക്ക് ഒരു മോട്ടിവേഷൻ ഇതായിട്ട് തന്നെ എടുത്താൽ മതി. എന്താ പറയുക, നമ്മൾ ബെറ്റർ ട്രൈങ് ഫോർ എ ബെറ്റർ എന്നൊക്കെ പറയില്ലേ, അതേപോലെ വിചാരിച്ചു കേട്ടോ. എന്താ പറയുക, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫ്രീ ഹാൻഡാണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ മെത്തേഡ് എടുക്കുന്നില്ല, ജസ്റ്റ് ഫ്രീ ഹാൻഡ് കൊണ്ട് ജസ്റ്റ് നമ്മൾ നോക്കി ഏകദേശം നോക്കി ആ ഒരു മാർക്കിംഗ് ഒക്കെ നോക്കി അങ്ങോട്ട് ട്രേസ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങോട്ട് എന്താ പറയുക ഒപ്പിയെടുക്കുന്നു എന്ന് പറയാം അല്ലേ. അപ്പോൾ അതൊക്കെ ഒരു പെൻസിലിൽ ഒപ്പിയെടുക്കുന്നു. പിന്നെ ഒരു കാര്യം വെച്ചാൽ ഈ സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് ഈ മോണിറ്റൈസേഷൻ ആകാത്ത ആൾക്കാർ പെട്ടെന്ന് കയറണം എന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഷോർട്സ് തന്നെ ഇടണം. ഷോർട്സ് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടും. എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ പറയണത്. മറ്റേ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ പോലത്തെ ഡ്രോയിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുറച്ച് ടൈം എടുക്കും. ഇങ്ങനെ ആൾക്കാരങ്ങനെ കണ്ട് വരാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ മറ്റേ ഷോർട്സ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു അപ്ലിഫ്റ്റിങ് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഷോർട്സ് കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമൻ്റ് ഇട്ടേക്ക്, ആരാന്ന് അറിയാലോ കേട്ടോ. പിന്നെ ഞാൻ ഈ എന്താ പറയുക ഡ്രോയിങ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള ഇതാണ് എൻ്റെ ചാനലിൻ്റെ പേര്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ സിനിമ പ്രാന്തുണ്ട് ചെറുതായിട്ട്. സിനിമയുടെ കുറേ പഴയ പാട്ടുകൾ ഇങ്ങനെ പഴയ നടന്മാരൊക്കെ വെച്ചിട്ട് പഴയ പാട്ടുകളൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇട്ട് കൊടുക്കുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ ജസ്റ്റ് റിലാക്സ് ആവാൻ വേണ്ടി ഞാൻ ഇടുന്നതാണ്. ആൾക്കാർ അത്യാവശ്യം കാണാറുണ്ട്. പിന്നെ വേറെ ഈ ചാനലൊന്നുമില്ല, ഡ്രോയിങ് മാത്രമേ ഉള്ളൂ. പിന്നെ ആദ്യം ഞാൻ കുറേ കാർട്ടൂണുകൾ വരച്ചിട്ടുണ്ട്, ഞാനൊരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. മൊത്തം ഞാൻ വരച്ച ഏകദേശം 2 വർഷത്തോളം ഞാൻ വരച്ചിട്ടുണ്ട്. വരച്ചതിൻ്റെ കുറേ ഒരുവിധപ്പെട്ട മിക്ക വീഡിയോസുകളൊക്കെ ഞാൻ എന്താ പറയുക വീഡിയോസല്ല ശരിക്കും ആ വരച്ച ആ ഒരു ഇതെല്ലാം ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം ഞാൻ എടുത്തിട്ട് വെറുതെ ചെറിയൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് പോയി കാണാം. പിന്നെ എന്ന് പറഞ്ഞാൽ അതിലെനിക്ക് ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ നമ്മളെ ആദ്യം വരയ്ക്കുമ്പോൾ തീരെ പറ്റില്ലായിരുന്നു എനിക്ക് കേട്ടോ. തീരെ എന്ന് പറഞ്ഞാൽ തീരെ ഒരിത്തിരി പോലും അലൈൻമെൻറ്റോ അല്ലെങ്കിൽ ആംഗിളോ കറക്റ്റ് ആവില്ലായിരുന്നു. പിന്നെ അങ്ങനെ ഞാനത് എന്താ പറയുക ഫേസ് അല്ലെങ്കിൽ പോർട്രേറ്റ് ഡ്രോയിങ് ഞാൻ ഉപേക്ഷിച്ച് ഞാൻ പിന്നെ ഈ എന്താ പറയുക നമ്മുടെ കാർട്ടൂണുകളൊക്കെ നോക്കി വരയ്ക്കാൻ തുടങ്ങി. അതാകുമ്പോൾ പിന്നെ അത്രയും വലിയ എന്താ പറയുക ഭയങ്കര പെർഫെക്ഷനൊന്നുമില്ല. നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ ഈസി ഡ്രോയിങ് ആണല്ലോ മിക്കതും കാർട്ടൂണുകളും പ്രിഫർ ചെയ്യണം, കാരണം അത് കുറേ വരയ്ക്കേണ്ടി വരുമല്ലോ. അപ്പോൾ എനിക്ക് അതിനോട് തന്നെയായിരുന്നു കുറേ കൂടി താല്പര്യം എനിക്ക് ശരിക്കും പറഞ്ഞാൽ. കാരണം നമ്മളിപ്പോഴൊരു ഞാൻ ഒരു ചെറിയ മൂവിങ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഡ്രോയിങ് ആണ് എപ്പോഴും പ്രിഫർ ചെയ്യണത്. അതായത് ഒരു ചെറിയൊരു
റീല് പോലെ മൂവ് ചെയ്യണ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം, ചെറിയ അധികം ലെങ്ത്ത് കൂടാത്ത തന്നെ, അങ്ങനെയൊക്കെയാണ് എപ്പോഴും മനസ്സിൽ ഞാൻ ആദ്യം മുതലേ കണ്ടത് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി. അതുകൊണ്ടായിരിക്കാം എനിക്ക് അതിനോട് ഒരു താല്പര്യം നിന്നു. കാരണം അത് നമ്മൾ കുറേ വരയ്ക്കേണ്ടി വരും. എങ്ങനെ നിന്നാലും ഒരു ഷോട്ടിൽ തന്നെ കുറേ വരയ്ക്കേണ്ടി വരും. അത് ഏകദേശം അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. പിന്നെ ഞാൻ എന്താ പറയുക, കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ വരച്ച് ഇങ്ങനെ പതുക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സിസ്റ്റത്തിലാവുമ്പോൾ പിന്നെ നമുക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. കാരണം അത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ആ ഒരു വരച്ച ഒരു പിക്ചർ രണ്ടാമത്തെ ഫ്രെയിമിലേക്ക് വരുമ്പോൾ അതിൻ്റെ ചെറിയൊരു ഷെയ്ഡ് നമ്മുടെ അതിലുണ്ടാവും. അപ്പോൾ അത് നമുക്ക് നോക്കി ചെറിയൊരു മൂമെൻറ്റുകൾ വരച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ വരയ്ക്കുന്നവർ ആദ്യം കുറച്ച് എന്താ പറയുക, ഷേപ്പ്ലെസ് ആയിട്ടുള്ള കുറച്ച് ഇതൊക്കെ വരച്ച് അത് കഴിഞ്ഞിട്ട് പതുക്കെ നമ്മുടെ എന്താ പറയുക പോർട്രേറ്റോ അല്ലെങ്കിൽ ട്രേസിങ്ങൊക്കെ നോക്കുന്നതിനെ കുറിച്ചൊക്കെ വെച്ചാൽ അവർ ഡയറക്റ്റ് നോക്കാറുണ്ട്. അത് നല്ലതാണ്. പക്ഷെ എന്നെപ്പോലത്തെ ആൾക്കാരുടെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞു, നമ്മൾ കുറച്ച് ആ പെൻസിലും പേപ്പറും പിന്നെ അലൈൻമെൻറ്റ് ആംഗിളുകൾ എല്ലാം കറക്റ്റായിട്ട് കുറേ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഞാൻ ഏകദേശം 10,500 പടങ്ങളോളം വരച്ചിട്ടുണ്ട്. അതിങ്ങനെ വെച്ചുമ്പോൾ ഫോട്ടോസ്റ്റാറ്റ് പേപ്പർ കിട്ടുമ്പോൾ അതെടുത്തിട്ട് അപ്പം തന്നെ കുറേ ഫോട്ടോസ്റ്റാറ്റ് പേപ്പർ ഒരു ബണ്ടിൽ മേടിച്ചുകൊണ്ട് നോക്കി. എന്നിട്ട് പിന്നെ ആദ്യം 2 വരയ്ക്കുമായിരുന്നു. പിന്നെ ഫുൾ ഒരു പേജ് മൊത്തം A4 സൈസിലുള്ള വരച്ച് ഇടുമായിരുന്നു. അതിൻ്റെ ആദ്യത്തെ വീഡിയോകളൊക്കെ കണ്ടറിയാൻ പറ്റും. ഏകദേശം ഫോട്ടോസ്റ്റാറ്റ് പേപ്പറിലാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഒരു കോൺഫിഡൻസ് ലെവൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആർട്ട് പേപ്പറിലാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ വെച്ചാൽ എൻ്റെ ഇതാണ്, നമ്മൾ പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് ഒരു മൂവ് ഉണ്ടാവുള്ളൂ. നല്ല ഇതായിട്ട് കണക്ട് ചെയ്ത് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾക്ക് എന്താ പറയുക, പെട്ടെന്ന് കയറി എടുത്ത് പിടിച്ചെന്നും പറഞ്ഞ് അത് നടപടി ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരൊക്കെ ഇപ്പോൾ എന്നോട് പെട്ടെന്ന് ഒരാൾ പറഞ്ഞ എൻ്റെ അടുത്ത് പെട്ടെന്ന് തന്നെ ഒരു പടം വരച്ചാന്ന് പറയുമ്പോൾ ആകെ സ്റ്റക്കായി പോകും. കാരണം നമ്മൾ അത്രയും ഇതായില്ല. ചിലർ വേണമെങ്കിൽ എടുത്ത് പറയും കേട്ടോ. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ കുറേ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ നല്ല ഭയങ്കര എന്താ പറയുക, ആ ഒരു ലാംഗ്വേജ്, ആർട്ടിൻ്റെ ലാംഗ്വേജ് ശരിക്കും ബൈഹാർട്ട് ചെയ്ത കുറേ ആൾക്കാരുകളുണ്ട്. അവരൊന്നും നമ്മൾ എൻ്റെ ഈ തട്ടകത്തിൽ ഞാൻ പെടുത്തുന്നില്ല. അവർ വേറെ ഒരു കാറ്റഗറിയാണ് കേട്ടോ. നമ്മളൊരിക്കലും നമ്മളെ ഈ എന്താ പറയുക, അവരൊരിക്കലും ഒരു വാക്ക് കൊണ്ട് പോലും നമ്മൾ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യാനോ പോകുന്നില്ല. അത് വേറെ കാറ്റഗറി, അത് വിട്, അത് അവർ മാറ്റി വെക്കുന്നത് കേട്ടോ. പക്ഷേ ഇത് ഞാൻ എന്ന് പറയുന്നത് എന്നെപ്പോലെ തന്നെ കുറച്ച് ആൾക്കാരുണ്ട് ഇങ്ങനെ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ള, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഇരുന്നുള്ളൊരു വർക്ക് അന്വേഷിക്കുന്നവർ, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ കുറേ കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒതുങ്ങുമല്ലോ. അപ്പോൾ അത് നമ്മൾ എന്താ പറയുക, ഒരു സിറ്റിംഗ് പൊസിഷനിലിരുന്ന് വരച്ച് അല്ലെങ്കിൽ ഒരു ചെറിയൊരു വരുമാനം വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന അത് മനസ്സിൽ കണ്ടിട്ട് തന്നെയാണ് ഞാൻ തുടങ്ങിയത്. പിന്നെ കുറച്ച് ക്രേസ് ഉണ്ടായിരുന്നത് വരയ്ക്കാൻ വേണ്ടിയിട്ടോ. ഞാനൊരു ലെഫ്റ്റ് ഹാൻഡർ ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു ഈ ലെഫ്റ്റ് ഹാൻഡേഴ്സ് കുറച്ച് വരയ്ക്കാനുള്ളൊരു എന്തോ ഒരു ഇതുണ്ടാവും, ഒരു ചെറിയൊരു ക്രേസ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത്. അറിയില്ല, അത് വേറെ ഇതാണ്. ആയി വരുന്നുള്ളൂ. ഇനി കുറച്ച് ഫേസൊക്കെ കുറച്ചൊന്ന് ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇതൊരു കാർഡ്ബോർഡാണ് കേട്ടോ. ഈ വൈറ്റ് കാർഡ്ബോർഡാണ്, പേപ്പറല്ല, അത് കാർഡ്ബോർഡ്. ഓക്കെ, നമുക്ക് നമ്മുടെ ഏകദേശം ഫിനിഷിങ് ആയിട്ടുണ്ട്. ഞാൻ നല്ല ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. സൈഡ് കുറച്ച് കളർ കൊടുത്തു. പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ചെറുത് കണ്ടറിയാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ഇതിലൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ നൈസായിട്ട് വിട്ടേക്ക് കേട്ടോ. അതിൻ്റെ കുറേ വരണ്ട. ശരിയായെങ്കിൽ ഒരു ചെറിയൊരു ലൈക്ക് തരിക, പിന്നെ ഒരു കമൻ്റ് ഇടുക. ഏകദേശം കുറച്ചും കൂടി ബെറ്ററായി, അല്ലെങ്കിൽ കുറച്ച് ഏകദേശം ആയി എന്നുള്ളതിൻ്റെ ഇതായിട്ട് കേട്ടോ. ഓക്കെ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.